ഇപ്പൊ എ സി വാങ്ങാൻ പോകുമ്പോൾ എല്ലാവരും ചെയ്യുന്ന ഒരു വലിയ മിസ്റ്റേക്ക് എന്താണെന്ന് അറിയാം, പ്രൈസ് മാത്രം നോക്കി എ സി സെലക്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് പലർക്കും പിന്നീട് കറണ്ട് ബില്ല് ഷോക്ക്, കൂളിംഗ് ഡിസപ്പോയിന്റ്മെന്റ്, റോങ് എ സി എടുത്ത റിഗ്രറ്റ് ഇങ്ങനെയൊക്കെ വരുന്നത്. അതുകൊണ്ട് ഈ വീഡിയോയിൽ ഇൻവേർട്ടർ എ സി എന്താണ്, നോൺ ഇൻവേർട്ടർ എ സി എന്താണ്, റിയൽ ഡിഫറൻസ് എന്താണ്, നിങ്ങൾക്ക് ഇതിൽ ഏതാണ് നല്ലത് എന്നെല്ലാം വളരെ സിമ്പിൾ ആയിട്ട് ക്ലിയർ ചെയ്ത്. അതുപോലെ വീഡിയോയുടെ അവസാനത്തിൽ ഇപ്പൊ വാങ്ങിക്കാൻ പറ്റിയ ടോപ്പ് 5 എ സി ഓപ്ഷൻസും പറയുന്നുണ്ട്. സോ വീഡിയോ ഫുള്ള് കണ്ടാൽ എ സി വാങ്ങിക്കുമ്പോൾ അധിക ആളുകളും ചെയ്യുന്ന മിസ്റ്റേക്കുകൾ നിങ്ങൾക്ക് ഒഴിവാക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, ഈ ഇൻവേർട്ടർ എ സി എന്നത് എന്താണ്? സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഈ ഇൻവേർട്ടർ എ സി വേരിയബിൾ സ്പീഡ് കംപ്രസർ ഉള്ള എ സി ആണ്. അതായത് കംപ്രസർ ഒരു സ്പീഡിൽ മാത്രം റൺ ചെയ്യില്ല, ആവശ്യത്തിനനുസരിച്ച് സ്പീഡ് ഇൻക്രീസും ഡിഗ്രീസും ചെയ്യും. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, നിങ്ങളുടെ റൂം ടെമ്പറേച്ചർ ഇപ്പോൾ 34 ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് കരുതുക. നിങ്ങൾ എ സി 22 ഡിഗ്രിയിൽ സെറ്റ് ചെയ്തു. ഈ സമയത്ത് എ സി ആദ്യം ഫുൾ പവറിൽ റൂം കൂൾ ചെയ്യും. പക്ഷെ റൂം കൂൾ ആയി കഴിഞ്ഞാൽ കംപ്രസർ ഓഫ് ആയി നിൽക്കില്ല. അതിന് പകരം സ്പീഡ് കുറച്ച് റൂം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടത്ര മാത്രം റൺ ചെയ്യും. ഇതാണ് ഇൻവേർട്ടർ എ സിയുടെ മെയിൻ മാജിക്. ഇനി നോൺ ഇൻവേർട്ടർ എ സി എന്താണ്? ഇതൊരു ഫിക്സഡ് സ്പീഡ് കംപ്രസർ എ സി ആണ്. അതായത് കംപ്രസറിന് ബേസിക്കലി 2 സ്റ്റേറ്റ് മാത്രമാണ് വരുന്നത്, ഓൺ ഓഫ്. റൂം ടെമ്പറേച്ചർ കൂടുതലാണെങ്കിൽ കംപ്രസർ ഫുൾ സ്പീഡിൽ ഓൺ ആകും. റൂമിൽ നമ്മൾ സെറ്റ് ചെയ്ത ടെമ്പറേച്ചർ എത്തിയാൽ കംപ്രസർ പൂർണ്ണമായിട്ട് ഓഫ് ആകും. പിന്നെ റൂം വീണ്ടും ചൂടിലേക്ക് വരുമ്പോൾ വീണ്ടും ഈ കംപ്രസർ ഓൺ ആകും. ഇങ്ങനെ ഓൺ ഓഫ് സൈക്കിൾ റിപ്പീറ്റ് ആയിക്കൊണ്ടേയിരിക്കും. ഇപ്പൊ നിങ്ങൾക്കുള്ള മെയിൻ ക്വസ്റ്റ്യൻ ഇതായിരിക്കും, ഈ രണ്ടും റൂം കൂൾ ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ ഡിഫറൻസ് എന്താണ്? ഡിഫറൻസ് ഉണ്ട്, അതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് തന്നെ ഉണ്ട്. ഈ പറയുന്നതാണ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് പോയിന്റ്. ഇൻവേർട്ടർ എ സി പവർ സേവിംഗ് കൂടുതലായിരിക്കും, കാരണം കംപ്രസർ കണ്ടിന്യൂസ്ലി ഫുൾ സ്പീഡിൽ റൺ ചെയ്യുന്നില്ല. റൂം കൂളായാൽ സ്പീഡ് കുറയും, അതുകൊണ്ട് പവർ കൺസപ്ഷനും കുറയും. പക്ഷെ നോൺ ഇൻവേർട്ടർ എ സി കംപ്രസർ റിപ്പീറ്റ് ആയിട്ട് ഫുൾ ലോഡിലായിരിക്കും ഓൺ ആകുക. അതുകൊണ്ട് കറണ്ട് സ്പൈക്കും ഹൈ പവർ യൂസേജും ഉണ്ടാകും. ഡെയിലി 6 to 8 hours കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്നവർക്ക് ഈ ഡിഫറൻസ് കറണ്ട് ബില്ലിൽ നന്നായിട്ട് ഫീൽ ആവും. അതായത് ഒരു ലോങ് ടേം യൂസ് ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇൻവേർട്ടർ എ സി തന്നെയാണ് ക്ലിയർലി ബെറ്റർ. ഓക്കെ, ഇപ്പൊ പലരും വിചാരിച്ചു വെച്ചിരിക്കുന്ന ഒരു മിത്താണ് നോൺ ഇൻവേർട്ടർ എ സിക്ക് കൂളിംഗ് കൂടുതലായിരിക്കും എന്ന്. ആക്ച്വലി ഇത് ഫുൾ ആയിട്ട് ശരിയല്ല. രണ്ടും റൂം കൂൾ ചെയ്യും, പക്ഷെ കൂളിംഗ് ഫീൽ ചെയ്യുന്നതിൽ ഡിഫറൻസ് ഉണ്ട്. ഇപ്പൊ ഇൻവേർട്ടർ എ സി സ്മൂത്ത് കൂളിംഗ്, ടെമ്പറേച്ചർ സ്റ്റേബിൾ, സഡൻ ഫ്ലക്ച്വേഷൻ കുറവ്. എന്നാൽ നോൺ ഇൻവേർട്ടർ എ സി കൂളിംഗ് വരും, പിന്നെ കംപ്രസർ ഓഫ് ആകും, റൂം സ്ലൈറ്റ് വാം ഫീൽ ചെയ്യും, വീണ്ടും ഓൺ ആകും. അതായത് നോൺ ഇൻവേർട്ടർ എ സിയിൽ കൂളിംഗ് സ്റ്റേബിൾ ഫീൽ കുറവായിരിക്കും. എസ്പെഷ്യലി ബെഡ്റൂം യൂസിൽ, നൈറ്റ് ടൈമിലൊക്കെ ഈ ഡിഫറൻസ് നന്നായിട്ട് ഫീൽ ചെയ്യും. ഈ കൂളിംഗ് സ്പീഡ് മോഡൽ ടു മോഡൽ മാറും. അതുകൊണ്ട് തന്നെ ഇൻവേർട്ടർ എ സി ആണെങ്കിൽ സ്ലോ കൂളിംഗ്, അല്ലെങ്കിൽ നോൺ ഇൻവേർട്ടർ എ സി ആണെങ്കിൽ മാത്രം ഫാസ്റ്റ് കൂളിംഗ് എന്നൊന്നും നമുക്ക് പൊതുവെ പറയാൻ പറ്റില്ല. ഇനി നെക്സ്റ്റ് പോയിന്റ്, നോയ്സ്. ഇൻവേർട്ടർ എ സി ജനറലി മോർ സൈലന്റ് ആയിരിക്കും, കാരണം കംപ്രസർ സ്മൂത്ത് ആയിട്ട് സ്പീഡ് വേരി ചെയ്യും. നോൺ ഇൻവേർട്ടർ എ സി കംപ്രസർ ഓൺ ആകുന്ന സമയത്ത് സൗണ്ട് നോട്ടീസബിൾ ആകാം. എസ്പെഷ്യലി നൈറ്റ് ടൈമിൽ നിങ്ങൾക്ക് സൈലന്റ് വേണമെന്നുണ്ടെങ്കിൽ ഇൻവേർട്ടർ എ സി ആണ് ബെസ്റ്റ്. ഇനി ഒബ്വിയസ് പോയിന്റ് ആണ് പ്രൈസ്. നോർമലി ഇൻവേർട്ടർ എ സികൾക്ക് പ്രൈസ് കുറച്ച് കൂടുതലായിരിക്കും. നോൺ ഇൻവേർട്ടർ എ സി ആദ്യത്തെ പ്രൈസ് ചീപ്പർ ആയിരിക്കും. അപ്പൊ പലരും ഫസ്റ്റ് ലുക്കിൽ പറയും ബഡ്ജറ്റ് സേവ് ചെയ്യാൻ നോൺ ഇൻവേർട്ടർ എ സി മതി. പക്ഷെ പ്രോബ്ലം എന്തെന്നാൽ ഇനീഷ്യൽ പ്രൈസ് മാത്രം നോക്കിയിട്ട് ഡിസിഷൻ എടുക്കരുത്. കാരണം എ സി എന്നത് നമ്മൾ ഒരു ദിവസം ഉപയോഗിച്ചിട്ട് ഒഴിവാക്കുന്ന പ്രൊഡക്റ്റ് അല്ല. 4 വർഷം, 5 വർഷം, 7 വർഷം വരെയൊക്കെ യൂസ് ചെയ്യുന്ന അപ്ലയൻസ് ആണ്. അതുകൊണ്ട് തന്നെ ആദ്യത്തെ ലാഭം നോക്കാതെ ലോങ് ടേമിലേക്കുള്ള കോസ്റ്റ് നോക്കണം. ഇനി ഡ്യൂറബിലിറ്റി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നോൺ ഇൻവേർട്ടർ എ സിയിൽ കംപ്രസർ റിപ്പീറ്റ്ലി ഓൺ ഓഫ് ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് മെക്കാനിക്കൽ സ്ട്രെസ് കൂടുതലായിരിക്കും. പക്ഷെ ഇൻവേർട്ടർ എ സിയിൽ സ്മൂത്ത് സ്പീഡ് കൺട്രോൾ ഉള്ളതുകൊണ്ട് ഓപ്പറേഷൻ റിഫൈനഡ് ആയിരിക്കും. അത് വിചാരിച്ച് നോൺ ഇൻവേർട്ടർ എ സി മോശമാണെന്നല്ല, പക്ഷെ ഓവറോൾ റിഫൈനഡ് എക്സ്പീരിയൻസ് ഇൻവേർട്ടർ സൈഡിലാണ്. ഈ ഡ്യൂറബിലിറ്റി എന്നത് ബ്രാൻഡ് ക്വാളിറ്റി, ഇൻസ്റ്റാളേഷൻ, മെയിൻ്റനൻസ് ഇവയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യമാണ്. യെസ്, ഇനി പ്രാക്ടിക്കൽ ആയിട്ട് നോക്കാം. ആർക്കാണ് ഇൻവേർട്ടർ എ സി കറക്റ്റ്, ആർക്കാണ് നോൺ ഇൻവേർട്ടർ എ സി ഓക്കെ? ഈ ഇൻവേർട്ടർ എ സി വാങ്ങേണ്ടത് ആരാണ്? ഞാനിപ്പോൾ പറയാൻ പോകുന്ന ഈ ഒരു കാറ്റഗറിയിലാണ് നിങ്ങൾ ഉൾപ്പെടുന്നതെന്നുണ്ടെങ്കിൽ ഇൻവേർട്ടർ എ സി കണ്ണു അടച്ച് കൺസിഡർ ചെയ്യാം. ഡേ ടൈം യൂസ്, നൈറ്റ് ടൈം സ്ലീപ്പ് യൂസ്, വർക്ക് ഫ്രം ഹോം യൂസ്, ബെഡ്റൂം യൂസിൽ സൈലന്റ് ഓപ്പറേഷൻ വേണം, സ്റ്റേബിൾ കൂളിംഗ് വേണം, കറണ്ട് ബിൽ ഓൾറെഡി കൂടുതലാണെങ്കിൽ ഇൻവേർട്ടർ എ സി അത് കുറക്കാൻ
ഹെൽപ്പ് ചെയ്യും. ലോങ് ടേം യൂസേജ് പ്ലാൻ ഉള്ളവർക്ക്, അതായത് 4 to 5 ഇയേഴ്സ് മിനിമം യൂസ് ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഇവർക്കെല്ലാം ഇൻവേർട്ടർ എ സി ബെസ്റ്റ് ചോയ്സ്. ഇനി നോൺ ഇൻവേർട്ടർ എ സി കൺസിഡർ ചെയ്യാവുന്നവർ, ഈ നോൺ ഇൻവേർട്ടർ ടോട്ടലി യൂസ്ലെസ് അല്ല, പക്ഷെ ചില സ്പെസിഫിക് കേസുകളിൽ എന്ന് മാത്രം. ഒക്കേഷണൽ യൂസേജ് ആണെങ്കിൽ, അതായത് ഗസ്റ്റ് റൂമിലേക്കോ അല്ലെങ്കിൽ റൂമിൽ തന്നെ റെയർ യൂസേജ് ആണെങ്കിൽ, അല്ലെങ്കിൽ ഓഫീസ് അല്ലെങ്കിൽ ഷോപ്പ് പോലെയുള്ളതിലേക്ക് ഒരു ബാക്കപ്പ് യൂസിന് വേണ്ടിയിട്ടാണെങ്കിൽ, ഇനീഷ്യൽ പ്രൈസ് മാത്രം കൺസേൺ ആണെങ്കിൽ, ടെമ്പററി സ്റ്റേ റെന്റൽ സെറ്റപ്പ് ഒക്കെ ആണെങ്കിൽ, അതായത് ഷോർട്ട് ടേം യൂസേജ് ഒക്കെ ആണെങ്കിലും നോൺ ഇൻവേർട്ടർ എ സി കൺസിഡർ ചെയ്യാം. പക്ഷെ ഓണസ്റ്റ്ലി പറഞ്ഞാൽ ഈ കാലത്ത് പുതിയ എ സി വാങ്ങുമ്പോൾ മോസ്റ്റ് യൂസേഴ്സും ഇൻവേർട്ടർ എ സിയിലേക്ക് പോകുന്നതാണ് സ്മാർട്ട് ചോയ്സ്. ഇനി ഈ വീഡിയോയുടെ മോസ്റ്റ് യൂസ്ഫുൾ പാർട്ട്, ഇപ്പൊ കൺസിഡർ ചെയ്യാൻ പറ്റിയ ടോപ്പ് 5 എ സി ഓപ്ഷൻസ്. ഈ പറയാൻ പോകുന്ന ലിസ്റ്റ് തയ്യാറാക്കിയിരിക്കുന്നത് റൂം സൈസ്, ബ്രാൻഡ് ട്രസ്റ്റ്, സ്റ്റാർ റേറ്റിംഗ്, യൂസേജ് പ്രാക്ടിക്കാലിറ്റി, ഓവറോൾ വാല്യൂ ഇവയൊക്കെ നോക്കിയാണ്. ഈ പറയാൻ പോകുന്നതാണ് ബെസ്റ്റ് എന്നല്ല, നിങ്ങളുടെ യൂസേജ് കേസിനനുസരിച്ച് ബെസ്റ്റ് എന്നുള്ള സംഭവം മാറാം. എയറിന്റെ 110 3-star എ സി ചെറിയ റൂമിൽ യൂസ് ചെയ്യാനാണെങ്കിൽ ബഡ്ജറ്റ് സൈഡിൽ നോക്കുന്നവർക്ക് ഇത് നല്ലൊരു ഓപ്ഷൻ ആണ്. ആർക്കൊക്കെയാണ് ബെസ്റ്റ് എന്ന് വെച്ചാൽ സ്മോൾ ബെഡ്റൂം, സിംഗിൾ റൂം, ബഡ്ജറ്റ് ബയർ, ഇവരൊക്കെ ഇത് എന്തിന് കൺസിഡർ ചെയ്യണമെന്ന് ചോദിച്ചാൽ 110 കപ്പാസിറ്റി ഉണ്ട്, 3-star എഫിഷ്യൻസി ഉണ്ട്, ചെറിയ ബെഡ്റൂമിലേക്ക് ഡീസന്റ് കൂളിംഗ് ഇത് നൽകും. എയർ എന്ന ബ്രാൻഡിന്റെ സൈഡിൽ നിന്ന് യൂഷ്വലി വാല്യൂ പ്രൈസും കിട്ടും. ചെറിയ റൂമിലേക്കുള്ള യൂസേജ് ആണെങ്കിൽ എൻട്രി ലെവൽ പ്രാക്ടിക്കൽ ചോയ്സ് ആയി കൺസിഡർ ചെയ്യാം. പാനാസോണിക് ഇൻവെർട്ടർ 1.510 5-star എ സി മീഡിയം റൂം യൂസേജിനാണെന്നുണ്ടെങ്കിൽ പവർ സേവിംഗ്, പ്രീമിയം ഫീച്ചേഴ്സ് സൈഡൊക്കെ നോക്കുമ്പോൾ ഇത് വളരെ സ്ട്രോങ് ഓപ്ഷൻ ആണ്. ആർക്കാണ് ഇത് ബെസ്റ്റ്? മാസ്റ്റർ ബെഡ്റൂം, ഡെയിലി ഹെവി യൂസേജ്, പവർ സേവിംഗ് യൂസേഴ്സ്. എന്തിനാണ് ഈ എ സി കൺസിഡർ ചെയ്യുന്നത്? 1.510 കപ്പാസിറ്റി ഉണ്ട്, 5-star എഫിഷ്യൻസി, പാനാസോണിക് സൈഡിൽ ആയതുകൊണ്ട് തന്നെ യൂഷ്വലി സ്മാർട്ട് പ്രീമിയം ഫീച്ചേഴ്സ് കിട്ടും. ലോങ് ടേം യൂസേജിന് നല്ല ചോയ്സ് ആണ്. മീഡിയം റൂം യൂസേജ്, നല്ല നല്ല ഫീച്ചേഴ്സ്, കറണ്ട് ബില്ല് സേവിംഗ്, ഇതിന്റെ ഒക്കെ ഒരു കോംബോ വേണമെന്നുണ്ടെങ്കിൽ ഇതൊരു സ്മാർട്ട് ചോയ്സ് ആയി. 3 സാംസങ്ങിന്റെ ഇൻവെർട്ടർ 1.510 3-star എ സി വൈഫൈ ഉള്ളത്. സ്മാർട്ട് ഫീച്ചേഴ്സ് ഒക്കെ പ്രിഫർ ചെയ്യുന്നവർക്ക് സാംസങ് സൈഡിൽ നിന്ന് നല്ല ബാലൻസ്ഡ് ഓപ്ഷൻ ആണ്. ആർക്കൊക്കെയാണ് ഇത് ബെസ്റ്റ്? മീഡിയം റൂംസ്, സ്മാർട്ട് ഫീച്ചേഴ്സ് ലവേഴ്സ്, ആപ്പ്, വൈഫൈ ഇതിന്റെ ഒക്കെ കൺട്രോൾ വേണ്ടവർക്ക്, അങ്ങനെയുള്ളവർക്കൊക്കെ ഇത് പറ്റും. ഇത് എന്തുകൊണ്ടാണ് കൺസിഡർ ചെയ്യുന്നത്? 1.510 കപ്പാസിറ്റി, 3-star റേറ്റിംഗ്, വൈഫൈ സപ്പോർട്ട്, സാംസങ് സൈഡിൽ നിന്ന് ഗുഡ് ഫീച്ചേഴ്സ് ഇന്റഗ്രേറ്റ് ചെയ്തും കൂടെ കിട്ടും. സ്മാർട്ട് യൂസേജ്, ബ്രാൻഡഡ് ഫീൽ ഒക്കെ വേണമെങ്കിൽ നല്ലൊരു ഓപ്ഷനാണ്. നാലാമത്തേത് ഗോദ്റേജിന്റെ ഇൻവെർട്ടർ 1.510 3-star എ സി. ബാലൻസ്ഡ് പ്രൈസിൽ മീഡിയം റൂം യൂസേഴ്സിനൊക്കെ ഇത് നല്ലൊരു പ്രാക്ടിക്കൽ ഓപ്ഷൻ ആണ്. ഫാമിലി ബെഡ്റൂം, ഡെയിലി നോർമൽ യൂസ്, വാല്യൂ ഫോക്കസ്ഡ് ബയേഴ്സിനൊക്കെ ഇത് ബെസ്റ്റ് ഓപ്ഷൻ ആണ്. വൈ കൺസിഡർ എന്ന് ചോദിച്ചാൽ 1.510 കപ്പാസിറ്റി, 3-star എഫിഷ്യൻസി, ഗോദ്റേജ് സൈഡിൽ നിന്നും പ്രാക്ടിക്കൽ ഫീച്ചേഴ്സ് സെറ്റ് കിട്ടും. ഓവറോൾ ബാലൻസ്ഡ് ഓപ്ഷൻ ആണ്. മീഡിയം റൂമിലേക്കാണ് വാങ്ങുന്നതെന്നുണ്ടെങ്കിൽ സേഫ് ആൻഡ് വാല്യൂ ഫോർ മണി ചോയ്സ് ആണ്. അഞ്ചാമത്തേത് ബ്ലൂ സ്റ്റാറിന്റെ ഇൻവെർട്ടർ 210 5-star എ സി. ലാർജ് റൂം, ഹാള് ഇതിലേക്കൊക്കെയാണ് നിങ്ങൾ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ പവർഫുൾ ഓപ്ഷൻ ആണ്. ഇത് എന്തുകൊണ്ട് കൺസിഡർ ചെയ്യണമെന്ന് ചോദിച്ചാൽ 210 കപ്പാസിറ്റി, 5-star എഫിഷ്യൻസി, ബ്ലൂ സ്റ്റാറിന്റെ കൂളിംഗ് റെപ്യൂട്ടേഷൻ സ്ട്രോങ് ആണ്, ലാർജ് റൂമിൽ പവർഫുൾ പെർഫോമൻസും കിട്ടും. നിങ്ങളത് വലിയ റൂം ആണെങ്കിൽ അണ്ടർ കപ്പാസിറ്റി എ സി വാങ്ങി മിസ്റ്റേക്ക് ചെയ്യുന്നേക്കാൾ നല്ലത് ഇത് മച്ച് ബെറ്റർ ചോയ്സ് ആണ്. ഈ ടോപ്പ് 5-ൽ നിന്ന് നിങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ ലാസ്റ്റ് മിനിറ്റിൽ ഈ 3 ക്വസ്റ്റ്യൻ നിങ്ങളോട് തന്നെ ചോദിക്കുക. റൂം സൈസ് എത്ര? ഡെയിലി യൂസേജ് ആണോ? ഒക്കേഷണൽ യൂസേജ് ആണോ? കറണ്ട് ബില്ല് സേവിംഗ് ഇമ്പോർട്ടന്റ് ആണോ? ഈ 3നും ആൻസർ കിട്ടിയാൽ നിങ്ങൾക്ക് കറക്റ്റ് എ സി ചൂസ് ചെയ്യാൻ വളരെ ഈസി ആയിരിക്കും. സോ ഇൻവെർട്ടർ എ സി വേഴ്സസ് നോൺ ഇൻവെർട്ടർ എ സി കൺഫ്യൂഷൻസ് എല്ലാം ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ചില ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങളുടെ റൂം സൈസ്, ബഡ്ജറ്റ്, യൂസേജ് കമന്റ് ചെയ്യും. ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ ആയിട്ട് ഏത് ടോണേജ്, ഏത് എ സി ആണ് നിങ്ങൾക്ക് ബെറ്റർ എന്നുള്ളത് സജസ്റ്റ് ചെയ്തു തരാം. പിന്നെ നിങ്ങളൊരു എ സി വാങ്ങിക്കുമ്പോൾ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കേണ്ടതും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോയും, അതുപോലെ തന്നെ ടോപ്പ് 5 എ സിന്റെ ഒരു ഫുൾ ഡീറ്റെയിൽ ആയ വീഡിയോയും നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, കണ്ടു നോക്കുക. എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടും. അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.